ഷവോമിയുടെ X-Ring 01 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഷവോമി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ആദ്യത്തെ മൊബൈൽ പ്രോസസ്സറാണ്. അതും ഡയറക്റ്റ് അവർ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് X-Ring 01 എന്നുള്ള പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് TSMCയുടെ 3nm പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 10 കോറുകൾ വരുന്നുണ്ട്. നമ്മൾ കൂടുതലും 8 കോറുകളാണ് കാണാറ്, പക്ഷേ ഇതിൽ 10 കോറുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സറിൽ 3.9 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex X925ന്റെ 2 പ്രൈം കോറുകൾ വരുന്നുണ്ട്. പിന്നെ 3.4 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A725ന്റെ 4 പെർഫോമൻസ് കോറുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ Cortex A725ന്റെ തന്നെ 1.9 GHz ക്ലോക്ക് ചെയ്യുന്ന 2 കോറുകൾ വേറെയും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A520യുടെ 2 എഫിഷ്യൻസി കോറുകൾ വരുന്നുണ്ട്. പിന്നെ GPUയുടെ കാര്യത്തിൽ ഇമ്മോർട്ടാലിക്സ് G925ന്റെ GPU ആണ് കൊടുത്തിരിക്കുന്നത്. 14 കോറുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല CPU-യും GPU ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന CPU-യും GPU ഒക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ 9600 MB/s വരെ ക്ലോക്ക് ചെയ്യുന്ന LPDDR5Tയുടെ റാം വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ UFS 4.1 സ്റ്റോറേജ് ടൈപ്പിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ AnTuTu സ്കോറിൻ്റെ ഒക്കെ കാര്യത്തിൽ 3 മില്യൺ വരെ വരുന്നുണ്ട്. ഇപ്പം ആ ഒരു സ്കോർ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്കോറാണ്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8 Elite പോലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ ഒക്കെ ലെവലിൽ വരുന്ന AnTuTu സ്കോറാണ് അത്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ Geekbench സ്കോർ സിംഗിൾ കോറിൽ 3000 റേഞ്ചിലും അതുപോലെ തന്നെ മൾട്ടി കോറിൽ 9000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു മൾട്ടി കോറിൽ ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ 18 Pro ബയോണിക് ചിപ്പിൻ്റെ ലെവലിലൊക്കെ വരുന്ന ഒരു സ്കോറാണ്. അപ്പം അത്യാവശ്യം നല്ല സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ NPയുടെ കാര്യത്തിൽ ഇതിൽ 6 കോറിൽ വരുന്ന NP ആണ് കൊടുത്തിരിക്കുന്നത്. 44 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് വരെ ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാക്സിമം ഡിസ്പ്ലേ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം 2K റെസൊല്യൂഷനൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ. പിന്നെ ISPയുടെ കാര്യത്തിൽ 4th ജനറേഷനിൽ വരുന്ന അവരുടെ തന്നെ ഒരു ISP ആണ് ഇതിൽ വരുന്നത്. എത്ര മെഗാ പിക്സൽ ക്യാമറ സെൻസർ വരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ 4K നൈറ്റ് വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ Wi-Fi 7ന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടൊക്കെ ഉണ്ട്. MediaTekന്റെ T800 മോഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ USB 3.2 Gen 2ന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ, ഓൾറെഡി ഇപ്പം Xiaomi 15S Pro എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ Xiaomiയുടെ Pad 7 Ultra'യിലും ഈ ഒരു പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അത് ടാബ്ലറ്റ് ആണ്. പിന്നെ മിക്കവാറും ഈ ഒരു പ്രോസസ്സർ Xiaomi തന്നെയായിരിക്കും യൂസ് ചെയ്യുക. Xiaomiയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രോസസ്സർ അവർ യൂസ് ചെയ്തേക്കാം. മറ്റ് ബ്രാൻഡുകൾ യൂസ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം അവർ മറ്റ് ബ്രാൻഡുകൾക്കും കൊടുത്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറാണ്. അപ്പം വിലയും അതിനനുസരിച്ചിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ ഈ ഫോണുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 50,000 മുതൽ മുകളിലോട്ട് വരുന്ന ഏത് പ്രൈസ് റേഞ്ചിലോട്ടും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളുടെ വില എത്തിയേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, Xiaomi തന്നെ സ്വന്തമായിട്ട് ഒരു പ്രോസസ്സർ ഡെവലപ്പ് ചെയ്യുമ്പം അവർക്ക് പുറത്തുനിന്ന് പ്രോസസ്സർ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം Xiaomiയുടെ ഫോണുകളുടെ വില കുറച്ചും കൂടിയൊക്കെ ഒന്ന് കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം അത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും. ഇനി കസ്റ്റമേഴ്സിന് ആ ഒരു ബെനിഫിറ്റ് അവർ കൊടുക്കുമോ എന്നും പറയാൻ പറ്റില്ല. ചിലപ്പം അവർ സ്വന്തം ലാഭം വെക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കില്ല. പക്ഷേ കസ്റ്റമേഴ്സിലോട്ട് ആ ഒരു ബെനിഫിറ്റ് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും Xiaomiയുടെ Ring 01 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 8 Elite അതുപോലെ തന്നെ MediaTek Dimensity 9400+ എന്നീ പ്രോസസ്സറുകളുടെ ഒക്കെ അടുത്തെത്തുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.